ചാറ്റ് ജി പി ടി പോലുള്ള ജനറേറ്റീവ് AI ടൂളുകൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അതായത് നമ്മൾ ആനയെക്കുറിച്ചൊരു കവിത എഴുതി തരാൻ പറയുമ്പോൾ കവിത എഴുതി തരുന്നു, ഒരു പൂച്ചയുടെ പടം ജനറേറ്റ് ചെയ്ത് തരാൻ പറയുമ്പോൾ പടം ജനറേറ്റ് ചെയ്ത് തരുന്നു. ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത് നിങ്ങൾക്കറിയാമോ? അതാണെന്ന് പറയുന്നത്. നിങ്ങൾ ഒരു ക്രിക്കറ്റ് ഫാൻ ആണെങ്കിൽ നിങ്ങളൊരു അനൗൺസ്മെൻറ്റ് കേൾക്കുകയാണ്. അനൗൺസ്മെൻറ്റ് ഇങ്ങനെയാണ്: വിരാട് കോഹ്ലി ഡ്രൈവ്സ് ദ ബോൾ ടു ദ കവേഴ്സ് ആൻഡ് ഇറ്റ് ഗോസ് ഫോർ. അതായത് വിരാട് കോഹ്ലി കവറിൽ കൂടെ ബോൾ ഡ്രൈവ് ചെയ്യുന്നു, ആൻഡ് ബാക്കി എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾ ഫിൽ ചെയ്യണം. അപ്പോൾ നിങ്ങളൊരു ക്രിക്കറ്റ് ഫാൻ ആണെങ്കിൽ നിങ്ങൾ പറയും ഓക്കെ അതൊരു 4 ആയിരിക്കും. അത് നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലായത്? നിങ്ങൾ വിരാട് കോഹ്ലിയുടെ കളി ഒരുപാട് കണ്ടിട്ടുണ്ട്. വിരാട് കോഹ്ലിയുടെ ക്രിക്കറ്റ് കണ്ട് വിരാട് കോഹ്ലി കവറിലൂടെ ഡ്രൈവ് ചെയ്താൽ മിക്കവാറും 4 ആയിരിക്കും. അതിനാണ് വളരെ വലിയ സാധ്യതയുള്ളത്. അതുകൊണ്ട് നിങ്ങൾ 4 എന്ന് പറഞ്ഞു. ഇതേ രീതിയിലാണ് ചാറ്റ് ജി പി ടി പോലുള്ള ജനറേറ്റീവ് ആയിട്ട് ടൂളുകൾ വർക്ക് ചെയ്യുന്നത്. ഒരുപാട് ഡേറ്റ വെച്ച് ട്രെയിൻ ചെയ്യും. അതായത് ഒരു ക്യാറ്റിൻ്റെ പടം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുകയാണെങ്കിൽ ചാറ്റ് ജി പി ടിയുടെ മെമ്മറിയിൽ ഓൾറെഡി ഒരുപാട് ക്യാറ്റുകളുടെ പടങ്ങളുണ്ടാവും. അതുകൊണ്ട് ക്യാറ്റ് എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ ചാറ്റ് ജി പി ടിക്ക് അറിയാം, ഓക്കെ ക്യാറ്റ് എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി ട്രെയിൻ ചെയ്ത ഡേറ്റയ്ക്കകത്ത് ക്യാറ്റ് എന്ന് പറയുന്നത് ഇന്ന ഫീച്ചേഴ്സ് ഉള്ളൊരു സംഭവമായിരിക്കും. അപ്പോൾ അതുപോലുള്ളൊരു സാധനമായിരിക്കും എനിക്ക് ജനറേറ്റ് ചെയ്ത് കൊടുക്കുന്നത് എന്നുള്ളത് ചാറ്റ് ജി പി ടിക്ക് മനസ്സിലാവും. അങ്ങനെയാണ് ഇത് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതേ പ്രിൻസിപ്പിളാണ്, ഫണ്ടമെൻ്റലി ഇതേ പ്രിൻസിപ്പിളാണ് ഇമേജ് ജനറേഷൻ ആണെങ്കിലും വീഡിയോ ജനറേഷൻ ആണെങ്കിലും ഒക്കെ ഉപയോഗിക്കുന്നത്.